friends, welcome back to my channel. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാനായിട്ട് പ്രചോദനമായത്. ഈ വീഡിയോയിൽ ഞാൻ പൈനാപ്പിൾ മാംഗോ കസ്റ്റർഡ് ജാമാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ പോയാലോ? ലെറ്റ്സ് ഗോ. നമുക്കിവിടെ ആദ്യം ഈ മാങ്ങ തൊലിയിൽ നിന്ന് മാറ്റാം. അതിന് സ്പൂൺ ഉപയോഗിച്ച് സൈഡിൽ നിന്നൊന്ന് പ്രസ് ചെയ്ത് സ്കൂപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതൊരു സിമ്പിൾ ആൻഡ് ഈസി വേ ആണ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കൊരു പ്ലേറ്റ് പൈനാപ്പിൾ ഉണ്ട്, മാങ്ങ, നാരങ്ങ, പിന്നെ ഒരു കപ്പ് പഞ്ചസാര. നമുക്കാദ്യം ഈ പൈനാപ്പിളും മാങ്ങയും നാരങ്ങ നീര് ഒഴിച്ച് നമുക്ക് നാരങ്ങയുടെ കുരു കളഞ്ഞിട്ട് എടുക്കുന്ന നല്ലത്. കുരു കളഞ്ഞിട്ട് അത് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കാം. പഞ്ചസാര അല്പം ഒരു ഹാഫ് ബൗൾ ഇട്ടിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം. ഇത് നല്ല പൾപ്പായിട്ടുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് കഷ്ണങ്ങളുണ്ട്. ഇത് കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് അതിനകത്ത് വരുന്നത് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് നോക്കാം. നമ്മളിപ്പം ബാക്കി പഞ്ചസാരയും കൂടിയിട്ട് ഇവിടെ അടിച്ച് നല്ല പൾപ്പായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് പീസസ് അതിനകത്ത് ഇഷ്ടമായതുകൊണ്ട് ഞാനിത് അരിക്കുന്നില്ല, അല്ലെങ്കിൽ അരിച്ചെടുക്കാം. ഇവിടെ പാനിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ പൾപ്പ് അതിലൊഴിച്ച് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ പോവാണേ. നമുക്കത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാം. ഇത് എണ്ണയ്ക്ക് പകരം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. അതിന് പകരം നമുക്ക് നെയ്യോ ബട്ടറോ ഉപയോഗിക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വേഗം കുറുകാനും കുക്കാവാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരല്പം കസ്റ്റർഡ് പൗഡർ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിലൊഴിക്കുന്നുണ്ട്. കസ്റ്റർഡ് പൗഡർ ഇല്ലെങ്കിൽ മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കുറച്ചധികം നേരം ഇളക്കിയാൽ മതിയാവും. നമുക്ക് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കാം. നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ടെക്സ്ചർ. ഇത് ഒന്ന് തണുപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കട്ടിയാകും. നമുക്കിനി അത് ആറാൻ വെക്കാം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചേക്കാം. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. നമുക്കത് ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്താലോ? നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും കാണുന്ന സാധനമാണ് മാങ്ങ, അല്ലെ പൈനാപ്പിൾ, പിന്നെ പഞ്ചസാര. ഇതൊക്കെ വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ജാമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിത് ക്യാമറമാനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിച്ചാലോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിപ്പോൾ സൈൻ ഓഫ് ചെയ്യുവാണ്. അടുത്ത വീഡിയോയിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. ബൈ, ടേക്ക് കെയർ.